വേലക്കാരി കിട്ടിയ മുതലാളിയുടെ ആദ്യ രാത്രി. രചന വിജയ് സത്യ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇത്ര സുന്ദരി കുട്ടി വേണ്ടായിരുന്നു എങ്കിലോ ഇവളെ ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിയായിട്ട് ഞങ്ങൾ സ്വീകരിച്ചോളാം. പിന്നെ ഇവിടുത്തെ വേലക്കാരി ഷാഹിനാന്റെ അനിയത്തിയാണെന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ടയില്ലല്ലോ, അല്ലേ ബീപാത്തു? ഔക്രാജി തന്റെ മുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടിയൊന്ന് സൂക്ഷിച്ചു നോക്കി തന്റെ പെങ്ങളോട് അങ്ങനെ പറഞ്ഞു. അതേ വല്ലിക്ക, നിങ്ങളുടെ അവിടുത്തെ പൊരക്കും പത്രാസിനും ഇവിടെ നന്നായിട്ട് ചേരും. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യും. പഠിക്കാൻ ഉഴപ്പുണ്ടെങ്കിലും ജോലി ചെയ്യാൻ മിടിക്കാവള്, അല്ലേ സുന്ദരി? അതും പറഞ്ഞ് ഔക്രാജിയുടെ പെങ്ങൾ ബീപാത്തുമ്മ അവളുടെ താടി പിടിച്ച് കുലുക്കി. രണ്ടു ഭാഗത്തു നിന്ന് അവളുടെ രൂപലാവണ്യത്തെ കുറിച്ചുള്ള പുകഴ്ത്തലുകൾ കേട്ടപ്പോൾ നാഫിയ എന്ന 18-കാരി തികച്ചും ലജ്ജാവതിയായി മാറി. ഔക്രാജിയുടെ പെങ്ങൾ ബീഫാത്തിമയെ പണ്ടേ കൊടയിലേക്ക് എത്തിച്ചയച്ചതാണ്. കർണാടകയിലെ ഒരു പരമ്പരാഗത സമ്പന്നൻ സൂഫിയാജിയാണ് അവരുടെ ഭർത്താവ്. സൂഫിയാജിക്കും ബീഫാത്തിമക്കും മക്കളായിട്ട് 2 പെൺകുട്ടികൾ മാത്രമാണ്. ഇരുവരും ഒന്നിടവിട്ട വർഷങ്ങളിൽ അടുത്തിടെയാണ് വിവാഹം കഴിഞ്ഞ് പോയത്. ഷാഹിന തന്റെ 15 വയസ്സിലെ തൊട്ട് സൂഫിയാജിയുടെ വീട്ടിലെ വേലക്കാരിയാണ്. ഷാഹിനയുടെ അനുജത്തിയാണ് നാഫിയ. അവളെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു ചേച്ചി ഷാഹിന. നാഫിക്ക് അവളുടെ പ്രതീക്ഷയൊക്കെ ഉയരാനായില്ല. അനിയത്തി നാഫിയ തുടർച്ചയായി 2 വട്ടം +2 മാർക്ക് കുറഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് വല്ലാത്ത നിരാശയായി. തന്നെ പോലെ തന്നെ മറ്റുള്ളവരുടെ പുരയിൽ കലം കഴുകലാവുമല്ലോ ഇവളുടെയും വിധി. അനാഥരായ തങ്ങൾക്ക് ഇവളുടെ പഠനവും ഉയർച്ചയും വഴി ഒരു ജീവിത നിലവാരമെങ്കിലും ഉണ്ടാകുമായിരുന്നു. അവൾ പഠിച്ച വല്ല ജോലിയും കിട്ടിയിരുന്നുവെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഷാഹിനിയാണ് തന്റെ അനിയത്തിക്ക് എവിടെയെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കാൻ ബീഫാത്തിമയോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ ബീഫാത്തിമ വല്ലിക്കാന്റെ വീട്ടിലേക്ക് നാഫിയ ജോലിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. വല്ലിക്കാന്റെ ഭാര്യ ആമിനിയമ്മക്കാണെങ്കിൽ ഇപ്പോൾ മുട്ടുവേദനയും നടുവേദനയും കലശലായി മാറി മാറി വരുന്നതുകൊണ്ട് വീട്ടു ജോലികൾ ചെയ്യാൻ ഒരാളെ വേണം. അങ്ങനെ വീട്ടിലേക്ക് ഒരു വേലക്കാരി വേണമെന്ന് ആമിനമ്മ നിരന്തരം ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഔക്രാജ് ഒരു ദിവസം അവളെയും കൂടി തന്നെ പെങ്ങളുടെ കൊടയുള്ള വീട്ടിലേക്ക് വന്നു. വേലക്കാരി എവിടെയെന്ന് ചോദിച്ചപ്പോൾ ബീഫാത്തിമ കാണിച്ചു കൊടുത്ത പെണ്ണിനെ കണ്ടപ്പോഴാണ് ഇരുവരും അമ്പരന്ന് പോയത്. അങ്ങ് വടക്ക് കാശ്മീരിലെ പെൺകുട്ടികളെ പോലെ തന്നെ കൊടകിൽ നല്ല സുന്ദരിയുണ്ട് എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പെണ്ണിനെ കണ്ടപ്പോൾ ആമിനിയമ്മയ്ക്ക് ആകപ്പാടെ ഒരു വെപ്രാളം. എല്ലാവരും പെണ്ണിനെ ഇത്രയൊക്കെ പുകഴ്ത്തുന്നതും സത്യത്തിൽ കാഴ്ചക്ക് അത്രയും ഉണ്ടെന്നും അവരുടെ മനസ്സിൽ ആവലാതി കൂട്ടുകയായിരുന്നു. അവർ ഭർത്താവിനെ ഒരരികിലേക്ക് മാറ്റി വിളിച്ചിട്ട് ചോദിച്ചു, നമുക്ക് വേലക്കാരിയല്ലേ വേണ്ടത്, അല്ലാണ്ട് നമ്മുടെ ജമാലിന്റെ ഒരു പുതിയണ്ണിനല്ലല്ലോ. അതെന്താ ആമിനയ്ക്ക് അങ്ങനെ ചോദിച്ചു? നമ്മളിവിടെ പെണ്ണ് കാണാനാണോ വന്നത്? വേലക്കാരി വിളിച്ചോണ്ടാനല്ലേ? ഇനി അതല്ല നമ്മുടെ ജമാലിന് പെണ്ണ് കാണാനാണെന്ന് വെച്ചാലും എനിക്ക് വലിയ എതിർപ്പൊന്നുമില്ല. ഇതെന്ത് കഷ്ടം! ആമിനിയമ്മ വെറുപ്പ് കലർന്ന സ്വരത്തിൽ ഭർത്താവിനെ നോക്കി പറഞ്ഞു. നീ ചൂടാവാണ്ട് ആമിന, അവള് വേലക്കാരിയായിട്ട് തന്നെയാ കൊണ്ടുപോകുന്നത്. അതെ, പിന്നെന്താ നിങ്ങളുടെ പെങ്ങൾ നമ്മുടെ പുരയ്ക്ക് ചേരുന്ന പെണ്ണാന്നൊക്കെ പറയുന്നത്? അതൊക്കെ ഒരു കല്യാണ സമയത്ത് പറയുന്ന വാക്കുകളും കാര്യങ്ങളും അല്ലേ? നാത്തൂൻ എന്തോ ഉള്ളിൽ വെച്ചോണ്ടായിരിക്കും പറഞ്ഞത്. ആമിനിയമ്മ തന്റെ ഉള്ളിലെ സംശയം പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല ആമിന, ഓള് പറഞ്ഞതിന്റെ പൊരുളെന്താന്ന് വെച്ചാല് ഈ കൊച്ചിന് വേലക്കാരിയാണെങ്കിലും നമ്മുടെ വീടിന് ചേരുന്ന വൃത്തിയും വെടുപ്പ് ഇച്ചിരി മുഖലക്ഷണമൊക്കെ അവൾക്കുണ്ടെന്ന് പറയായിരുന്നു. ആമിനിയമ്മ നീട്ടി മൂളി. നമ്മുടെ ജമാലും എങ്ങാനും ഇവളായിട്ടെടുത്ത പ്രശ്നമാവില്ലേ? അവരുടെ മനസ്സിൽ ആ ചിന്തയിലട്ടി. കൂടുതലെന്തെങ്കിലും പറഞ്ഞാൽ താൻ കുശുമ്പത്തിയാണെന്ന് കരുതും. അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല. അങ്ങനെ ഔക്രാജി ആമിനിയമ്മയും വീട്ടിലേക്കുള്ള വേലക്കാരിയുമായി കൊടകിൽ നിന്നും മടക്കയാത്രയ്ക്ക് ഒരുങ്ങി. ആദ്യമായിട്ടാണ് നാഫിയ ഒരു സംസ്ഥാനം വിട്ട് പോകുന്നത്. കൊടകിൽ അവളുടെ വീട്ടുപരിസരമല്ലാതെ വേറെ ദൂരം പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ അവൾ വല്ലാത്ത ഉത്കണ്ഠയോടെയാണ് ആ യാത്രക്കൊരുങ്ങുന്നത്. ഷാഹിനാക്ക് തന്റെ അനിയത്തെ തന്റെ കൺവെട്ടിൽ നിന്നും ഇത്രയും ദൂരം പറഞ്ഞേക്കുന്നതിൽ വിഷമമുണ്ട്. 10ാം ക്ലാസ് നന്നായി പഠിച്ച അവൾക്ക് തുടർന്ന് +2 മികച്ച രീതിയിൽ ശോഭിക്കാനായില്ല. ഷാഹിന ഓർക്കുകയാണ് തങ്ങളുടെ മാതാപിതാക്കളായ ഉമ്മ ആസിമയെയും ബാപ്പ റാഫിയെയും. കൊടകിലെ പേരിയേട്ട ജന്മിയായ രാജപ്പാ സുബേദാറിന്റെ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരിയായിരുന്നു അവർ. തോട്ടത്തിന്റെ അരികിൽ കൂര കെട്ടി താമസിച്ചിരുന്നവരെ കൂടിയ അവകാശം ചോദിച്ചതിന്റെ പേരിൽ ഇറക്കി വിടുകയും കൂര കത്തിക്കുകയും ചെയ്യുകയായിരുന്നു. ജോലി നഷ്ടപ്പെട്ട അവർ വഴിയാധാരമായി. കൊടകിന്റെ കിടത്തിണ്ണയിൽ തന്നെയും അനിയത്തി ഉപേക്ഷിച്ച് മാതാപിതാക്കൾ മരിച്ചു കിടക്കുന്ന ആ ക്രൂരദിനം ഷാഹിനയ്ക്ക് ഇന്നും ഒരു പേടി സ്വപ്നമാണ്. അന്ന് ആ നാട്ടിൽ സമ്പന്നതയിൽ അല്പം പേരൊക്കെയുള്ള ഒരാളായിരുന്നു ഈ സൂഫിയാജി. ജന്മം തന്നവരുടെ മരവിച്ച ദേഹം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയുന്ന തന്നെയും അനിയത്തെയും സൂഫിയാജിയാണ് അന്ന് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം തന്ന് പിന്നെ കുടുംബക്കാരുടെ നിർദ്ദേശപ്രകാരം യതീംഖാനയിൽ കൊണ്ടാക്കിയത്. 15 വയസ്സ് വരെയുള്ള അവിടുത്തെ പഠനവും മറ്റും കഴിഞ്ഞപ്പോൾ യതീംഖാനയുടെ നിയമപ്രകാരം ഷാഹിനയ്ക്ക് പിന്നെ അവിടെ നിൽക്കാനാവില്ല. അങ്ങനെ സൂഫിയാജി ആളെ വീട്ടിലെ ജോലിക്കാരിയായി കൂട്ടി. അതിൽ നിന്നും ഷാഹിന വരുമാനം കൊണ്ടാണ് നാഫിയെ പഠിപ്പിച്ച് വളർത്തിയത്. യതീംഖാനയിൽ മദ്രസ പഠനം മാത്രമേ ഉള്ളൂ. സ്കൂളിൽ ചേർത്ത് ആരെങ്കിലും പഠിപ്പിക്കണം. അങ്ങനെയാണ് ഷാഹിന തന്നെ തന്റെ അനിയത്തിയെ പഠിപ്പിച്ച്. സൂഫിയാജിയുടെ വീട്ടിലെ തോട്ടത്തിലെ പണിക്കാരനായിരുന്നു സിറാജ്. അവൻ ഷാഹിനയുമായി അടുത്തു. പല പ്രാവശ്യം തോട്ടത്തിലെ മറവിൽ ഒളിഞ്ഞു പാത്രം സംസാരിക്കുന്നവരെ സൂഫിയാജി കാണാനിടയായി. ഒരു ദിവസം ഇരുവരെയും കൈയോടെ പിടികൂടി അദ്ദേഹം ചോദ്യം ചെയ്തു. ഇരുവരും പ്രണയത്തിലാണെന്ന് മനസ്സിലായി. അവരെ തമ്മിൽ ചേർത്താൽ കൊള്ളാമെന്ന് സൂഫിയാജിക്കും തോന്നി. അങ്ങനെ സിറാജിന്റെയും ഷാഹിനയുടെയും നിക്കാഹ് അയാൾ മുൻകൈയെടുത്ത് നടത്തിക്കൊടുത്തു.
പക്ഷെ ഭർത്താവ് പ്രതീക്ഷിച്ച പോലെ നിലവാരമുള്ളവനായിരുന്നില്ല. മദ്യപാനും കള്ളും കഞ്ചാവൊക്കെ അടിക്കുന്ന ആളാണെന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലായത്. ഷാഹിന പറഞ്ഞപ്പോഴും സൂഫിയാജിക്ക് വിശ്വാസമായില്ല. എന്നാൽ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു ഇപ്പോൾ സിറാജ് വലിയ ദുശീലക്കാരനാണെന്ന്. വിവാഹശേഷം അത് കൂടി. തുടർന്ന് ജോലിക്കൊന്നും പോവാതെ തോട്ടത്തിൽ ഏത് സമയവും മയങ്ങിക്കിടന്നുറങ്ങുന്നവനെ സൂഫിയാജി അടിച്ചോടിച്ചു. അപ്പോഴേക്കും നാഫിയക്കും 15 വയസ്സായി. വയസ്സായപ്പോൾ പിന്നെ തുടർന്ന് അവിടെ നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് സൂഫിയാജി അവളെയും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു. ജോലിക്കാര്യത്തിൽ അവൾ ചേച്ചി ഷാഹിനയെ സഹായിച്ച് കഴിഞ്ഞുകൂടി. ഷാഹിന അവിടുന്ന് അവളെ +2 അയച്ചു. എന്ത് കാര്യം? നാഫിയെ ഉഴപ്പി. ഇനി എവിടെയെങ്കിലും ജോലിക്കെടുത്ത് 4 കാശ് സമ്പാദിച്ച് ആരുടെ കൂടെയെങ്കിലും കെട്ടിച്ചയപ്പിക്കുക. 5 വയസ്സിന് പ്രായവ്യത്യാസമുണ്ടോ ഷാഹിനയും നാഫിയും തമ്മിൽ? നാഫിയ പോയ വഴി നോക്കി ഷാഹിന അങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. ഔക്രാജി ആമിനിയമ്മയും നാഫിയെയും കൂട്ടി അവരുടെ വീട്ടിലെത്തി. എൻ്റെ ഉമ്മോ! കൊട്ടാരം പോലെയുള്ള വീട് കണ്ട് നാഫിയ അമ്പരന്നു. അവൾ വാ പൊളിച്ചുകൊണ്ട് ആ വീടിന്റെ ഇന്റീരിയർ ഭംഗി ആസ്വദിച്ച് അങ്ങനെ ആ വീടിനകം മുഴുവൻ ചുറ്റാൻ തുടങ്ങി. മിക്കവാറും 1 മണിക്കൂറെങ്കിലും വേണം അത് ചുറ്റിക്കറങ്ങി തീരാനെന്ന് അവൾക്ക് തോന്നി. അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ വിചാരിച്ച പോലെയല്ല, വലിയ കൊട്ടാരത്തിലാണ് വന്നിരിക്കുന്നതെന്ന് അവൾക്ക് തോന്നിപ്പോയി. വാ മോളെ നാഫി, നിനക്ക് ഞാൻ അടുക്കള കാണിച്ചു തരാം. ആമിനിയമ്മ അവൾ അടുക്കളയിലേക്ക് കൊണ്ടുപോയി. അത്യാധുനിക ഉപകരണങ്ങളൊക്കെയുള്ള ഒരു ആഡംബര കിച്ചൺ. മോളെ, ഇവിടെ നീ ജോലി ചെയ്ത് കഷ്ടപ്പെടേണ്ട, എല്ലാത്തിനും ഉപകരണങ്ങളുണ്ട്. എനിക്ക് മെഷീനൊന്നും ഓണാക്കാൻ അറിയില്ല ഉമ്മ. അതൊക്കെ ഉമ്മ പഠിപ്പിച്ചു തരാം. അവൾക്കത് കേട്ടപ്പോൾ സന്തോഷമായി. തന്റെ ബാഗ് തോളിൽ നിന്നും വെയിറ്റ് അനുഭവപ്പെടുന്ന പോലെ ആയപ്പോൾ അവൾ താഴെ വെക്കാൻ ശ്രമിച്ചു. വാ, ബാഗ് അവിടെ വെക്കണ്ട, നിന്റെ റൂം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആമിനിയമ്മ അവൾ അവളുടെ റൂം കാണിച്ചു കൊടുത്തു. അവൾ ഞെട്ടിപ്പോയി. എൻ്റെ അല്ലോ! ചിത്രപ്പണികളുള്ള ധാരാളം വാതിലുകളുള്ള പടുകൂറ്റൻ അലമാരിയും അതിന് സമീപം പട്ടുമെത്തയുള്ള പത്രാസുള്ള കട്ടിലുമിട്ട വലിയ വിസ്താരമുള്ള റൂം. അതിനകത്ത് മനസ്സും ശരീരവും കുളിർപ്പിക്കാൻ തക്ക തണുപ്പ് നൽകുന്ന AC. എല്ലാം അവൾ വിസ്മയത്തോടെ നോക്കി. ആ അലമാരി തുറന്ന് നിന്റെ ബാഗും ഡ്രസ്സൊക്കെ എടുത്തു വെക്കൂ കുട്ടി. ആമിനിമ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ അലമാരിയിൽ അവളുടെ ബാഗ് അതിൽ നിന്ന് ഡ്രസ്സുകൾ അതിൽ എടുത്തു വെച്ചു. ആമിനിമ റൂം വിട്ടു പോയപ്പോൾ അവൾ ആ ബെഡിൽ മലർന്നു കിടന്നു. ഹോ, എന്തൊരു സുഖം! അവൾ തലയിണയിലെയും ബെഡ്ഷീറ്റിലെയും മൃദുലത തലോടി നോക്കി. ഹോ, എന്തൊരു മിനുസം! ഇതുപോലുള്ള പട്ടുമെത്തിൽ ഇതുവരെ കിടന്നിട്ടില്ല. കൊടകിൽ നിന്നും അവരവിടെ എത്തുമ്പോഴേക്കും വൈകിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആമിനിയമ്മക്ക് അത്താഴം ഒരുക്കേണ്ടതുണ്ട്. മോളെ നാഫി, നമുക്ക് രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാം, വാ. ഉമ്മ വിളിച്ചു പറയുമ്പോഴാണ് അവൾ ആ സുഖശയ്യയിൽ നിന്നും പെട്ടെന്ന് ചാടി എണീറ്റത്. തുടർന്ന് അവൾ ആമിനിയമ്മയെ സഹായിക്കാനും പണി പഠിക്കാനുമായി കിച്ചണിലേക്ക് പോയി. മോളെ, ആദ്യം നിന്റെ കൈ കൊണ്ടൊരു ചായ ഉണ്ടാക്കി ഉപ്പാക്ക് കൊണ്ട് കൊടുത്തേ. ഉപ്പ അഭിപ്രായം പറഞ്ഞിട്ട് വേണം നിന്നെ പെർമനന്റ് ആയിട്ട് ചായ വെക്കാൻ നിയോഗിക്കാൻ. ആണോ ഉമ്മ? ഞാനുണ്ടാക്കുന്ന ഓരോന്നിനും ഉപ്പാന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാ പിന്നെ അത് പാസ്സാകുമല്ലേ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ കാര്യങ്ങള്. അങ്ങനെ നാഫിയ തന്റെ കൈ കൊണ്ടൊരു ചായ ഉണ്ടാക്കി ഔക്രാജി കൊണ്ടുകൊടുത്തു. അത് കുടിച്ച് ഔക്രാജി പറഞ്ഞു. സ്വയംഭനായിട്ടുണ്ട് സുലൈമാനി. ഈ കൊടകിലെ ഏലത്തിരിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, കൊള്ളാം. ഭർത്താവിന്റെ അഭിപ്രായം കേട്ടപ്പോൾ ആമിനമ്മയും ചായ ടേസ്റ്റ് ചെയ്തു. കൈപ്പുണ്യൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേക്ക? അതെ ആമിന, ഓളാള് കൊള്ളാം. അണക്കിനി തൽക്കാലം റെസ്റ്റ് എടുക്കാന്നാ തോന്നണേ. നേരം ഇരുട്ടി തുടങ്ങി. മോളെ, ജമാല് വരാൻ സമയമാവുന്നുണ്ട്. മുകളിലുള്ള ആദ്യം കാണുന്ന റൂമാവിൻ്റെത്. ആ റൂമിൽ ചെന്ന് ആ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് പഴയതെടുത്തോണ്ട് വാ. എനിക്ക് മുകളിലേക്ക് കയറാൻ പറ്റില്ലല്ലോ. അതും പറഞ്ഞുകൊണ്ട് ആമിനിയമ്മ ജമാലുവിന്റെ മുകളിലെ ബെഡ്റൂമിൽ ബെഡിൽ വിരിക്കാനുള്ള വിരിപ്പും തലയിണക്കവറും അവളുടെ കയ്യിൽ കൊടുത്തു. നാഫിയമ്മ നൽകിയ തുണികളുമായി മുകളിലെത്തി ആ പറഞ്ഞ റൂമിലെ ബെഡിലെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചു തുടങ്ങി. അപ്പോഴേക്കും കറണ്ട് പോയി. ഇതേ സമയം ജമാലു പട്ടണത്തിൽ തന്റെ കടയടച്ച് കാറിലൂടെ വീട്ടിലേക്ക് വരികയായിരുന്നു. സൈബ ചുരം കഴിഞ്ഞ് വേണം വീട്ടിലെത്താൻ. ആ വളവും തിരിവുള്ള ഇറക്കത്തിന് അങ്ങനെയുള്ള പേര് വരാൻ കാരണം പണ്ട് സൈബ എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളെ കുട്ടികളാവാത്തോണ്ട് സുബൈർ ഉപേക്ഷിച്ചപ്പോൾ അഷ്റഫ് എന്ന ഡോക്ടറെ നിന്ന് കല്യാണം കഴിച്ച്. അഷ്റഫ് വാങ്ങിച്ചു കൊടുത്ത പുതിയ കാറിലൂടെ സൈബ ഒറ്റയ്ക്ക് ഓടിച്ചവരുവേ പിന്നാലെ അവളുടെ പഴയ ഭർത്താവ് സുബൈറിന്റെ കാറ് കണ്ടു. അതോടെ അവൾ ഭയന്ന് കാറിന്റെ വേഗത കൂട്ടി. വേഗത കുറച്ച് സഞ്ചരിക്കേണ്ട സ്ഥലത്ത് പെട്ടെന്ന് വേഗത കൂട്ടിയപ്പോൾ ഒടുവിൽ കൺട്രോൾ നഷ്ടപ്പെട്ട് അവൾ ആ ചുരത്തിൽ നിന്ന് വീണ് മരണമടയാണ് ഉണ്ടായത്. അതിനുശേഷം സൈബ ചുരം എന്നാണ് ആ ഭാഗത്ത് അറിയപ്പെട്ടിരുന്നത്. ഇടയ്ക്കിടെ അതിലൂടെ പോകുന്ന പലരും സൈബയെ കണ്ടിട്ടെന്ന് പറയാറുണ്ട്. ആ കഥ ജമാലുവിനറിയാം. എന്നും അതിലൂടെ വരുമ്പോൾ അവൻ അതേക്കുറിച്ച് ഓർക്കും. ജമാൽ ആ ചുരം കയറുകയാണ്. പെട്ടെന്ന് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഓഫായി. ദൂരെ നിന്നും തന്റെ കാറിന് മുന്നിലൂടെ ഒരു വെള്ളാട്ടപ്പോക്ക് പോലെ വെളുത്ത വസ്ത്രമിട്ട് തലക്കെട്ട് കെട്ടി 1 അടി നീളമുള്ള കുറെ മനുഷ്യന്മാർ തലങ്ങു വിലങ്ങും നടന്നു പോകുന്ന കണ്ടു. ജമാലു ഭയന്നു. അവൻ കാറിന്റെ വേഗത വർദ്ധിപ്പിച്ചു. ആ രൂപം കണ്ട ഭാഗങ്ങൾ അടുത്തെത്തും തോറും അവന് ഭയമായിരുന്നു. ഏതായാലും കാർ ആ പരിസരം കടന്നുപോയപ്പോൾ അവന് ഭയം വിട്ടകന്നു. അവൻ കാറും കൊണ്ട് വീട്ടിലെത്തി. പക്ഷെ കറണ്ട് ഇതുവരെ വന്നിട്ടില്ല. അവൻ കാർ പോർച്ചിൽ കയറ്റി. കാർ ലോക്ക് ചെയ്ത് തന്റെ ചെറിയ ബാഗും കയ്യിലെടുത്ത് ആ ഇരുളിലൂടെ തന്നെ വീട്ടിലേക്ക് കയറി. ഹാളിൽ ഇൻവേർട്ടറിന്റെ ഒരു ബൾബ് എത്തുന്നുണ്ട്. പക്ഷേ മുകളിലൊന്നുമില്ല. അവൻ സ്റ്റെയർ കേഴ്സ് വഴി തന്നെ മുകളിലെ റൂമിലേക്ക് പോയി. തന്റെ റൂമിൽ പ്രവേശിച്ചതും ബെഡ്റൂമിന്റെ ചുവരിന് സമീപം തന്റെ വീടിനടുത്ത ആ ഇരുളിൽ സൈബയുടെ മുഖം കണ്ടവൻ ഞെട്ടിത്തരിച്ച് ബോധം കെട്ട് വീണു. അവൾ കിടക്കുകയായിരുന്നു. കറണ്ട് പോയല്ലോ. അവിടെയുള്ള ചെറിയൊരു ടോർച്ച് വിളിച്ചായിരുന്നു പിന്നെ അവൾ ബാക്കി പണി പൂർത്തിയാക്കിയത്.
പിന്നെ ടോർച്ച് തെളിയാതായപ്പോൾ അതൊന്ന് തിരിച്ച് തന്റെ മുഖത്തിന് നേരെ പിടിച്ച് കത്തിക്കുമ്പോഴാണ് ജമാൽ കടന്നു വന്ന്. പെട്ടെന്ന് മുഖം മാത്രം കണ്ടപ്പോൾ പേടിച്ചാണ് ജമാൽ ബോധമറ്റ് നിലത്ത് വീണ് കിടക്കുന്നത്. ഇരുളിൽ ഒരാൾ വന്നതും തന്നെ കണ്ടതും പേടിച്ചാലറി വിളിച്ച് നിലത്ത് ചക്ക വീഴുന്ന പോലെ വീണവും കണ്ട് നാഫിയ ഞെട്ടിത്തരിച്ചു പോയി. അപ്പോഴേക്ക് ഒച്ച കേട്ട് ഉമ്മയും ഉപ്പയും ഓടി വന്നു. ജമാലു വീണ് കിടക്കുന്നു, നാഫിയ ഒന്നും അറിയാതെ പകച്ചിരിക്കുന്നതുമാണ് അവർ കണ്ടത്. ഉമ്മ, എന്നെ കണ്ട് പേടിച്ചിക്ക് ബോധം കിട്ടും തോന്നുന്നു. റബ്ബേ, എന്റെ കുഞ്ഞിന് തെന്ത് പറ്റി എന്ന് പറഞ്ഞ് ഉമ്മ നിലവിളിക്കാൻ തുടങ്ങി. നീയൊന്നും മിണ്ടാണ്ടിരിക്കാമിന എന്ന് പറഞ്ഞുകൊണ്ട് ഔക്രാജ് വേഗം അവിടെയുള്ള ജഗ്ഗിൽ നിന്ന് വെള്ളമെടുത്ത് വീണെടുക്കുന്ന മകന്റെ മുഖത്ത് തെളിച്ചു. വെള്ളം മുഖത്ത് വധിച്ചപ്പോൾ ജമാലുവിന് ബോധം വന്നു. അവൻ പെട്ടെന്ന് ചാടി എണീറ്റിരുന്നു. ഉമ്മാ, പ്രേതം പ്രേതം! അവൻ നിലവിളിച്ചുകൊണ്ട് അവന്റെ ബെഡിന് നേരെ കൈ ചൂണ്ടി. അവിടെ നിൽക്കുന്ന നാഫിയ അവർക്ക് കാണിച്ചു. ഏടാ, ഇത് പ്രേതമൊന്നുമല്ല, കൊടകിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന പുതിയ വേലക്കാരിയാ. ഇവളുടെ പേര് നാഫിയ. നമ്മുടെ ബീപാത്തുമാന്റെ വീട്ടിലെ ഷാഹിനാന്റെ അനുജത്തിയാ. അപ്പോഴേക്ക് കറണ്ട് വന്നു. ഒരു സുന്ദരി കൊച്ചിനെ കണ്ട് താൻ ഭയന്ന് വീണ് തോർത്തപ്പോൾ അവൻ വല്ലാത്ത നാണക്കേടോടുകൂടി എണീറ്റ് നിന്നു. കറണ്ടില്ലാത്ത സമയത്ത് പെട്ടെന്ന് എന്റെ റൂമിൽ അത് മുഖത്തിന് നേരെ ടോർച്ചളിച്ച് ചെന്നപ്പോ ഞാൻ പേടിച്ചു പോയി കേട്ടോ. അത് കേട്ട് നാഫിയ പൊട്ടിച്ചിരിച്ചു. മുത്തുമണി കിലുങ്ങും പോലെയുള്ള അവളുടെ ചിരി വെച്ച ആ വീട്ടിലെ എല്ലാവരിലും ഒരു നിമിഷം പൊട്ടിച്ചിരി വളർത്തി. ജമാലും സൗന്ദര്യം കണ്ട നിമിഷം സത്യത്തിൽ ഭ്രമിച്ചു പോയി. മുന്തിരിത്തോട്ടത്തിന്റെ നാട്ടിൽ പോയി പച്ചമുന്തിരി പോലുള്ളൊരു പെണ്ണിനെയാണല്ലോ ഉപ്പയും ഉമ്മയും ജോലിക്കാരിയായി കൊണ്ടുവന്ന്. നാഫിയ വന്നതിന് ശേഷം ആ വീട്ടിലുള്ള എല്ലാവരും നല്ല ഉത്സാഹത്തിലായിരുന്നു. ഔക്രാജി ആമനിമ്മയും ഒരു വേലക്കാരി എന്നതിലുപരി അവളെ ഒരു മകളെ പോലെ സ്നേഹിച്ചു. വിവാഹപ്രായത്തിരിക്കുന്ന ജമാലുവിനെ കല്യാണത്തിനായി പെണ്ണന്വേഷിച്ചു ഔക്രാജി നടന്നു. ഒരുപാട് ആലോചനകളും ഫോട്ടോകളും കണ്ടിട്ടും ജമാലുവിനൊന്നും യോജിച്ചതായി തോന്നിയില്ല. ആമനിയമ്മ സംശയിച്ച പോലെ തന്നെ ജമാലുവിന്റെ ഉള്ളിൽ വന്ന് അന്ന് കയറി പറ്റിയതായിരുന്നു നാഫിയ. നാഫിയ അറിയാതെ തന്നെ ജമാൽ അവളെ സ്നേഹിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അവനൊരു ദിവസം അവളോട് തുറന്നു പറഞ്ഞു. ഇത്രയും തങ്കമ്പോൾ ഒരു പെണ്ണിനെ വിട്ട് വേറെ പെണ്ണിനെ അന്വേഷിക്കുന്ന മണ്ടത്തരമാണെന്ന് അവന് തോന്നി. എനിക്ക് വേറൊരു പെണ്ണ് വേണ്ട, എനിക്ക് നമ്മുടെ നാഫിയ മതി. അവൻ തന്റെ ആഗ്രഹം മാതാപിതാക്കളോട് ഒരു ദിവസം വെട്ടി തുറന്ന് പറഞ്ഞു. ഷാഹിനാന്റെ ദുർവിധിയോർത്ത് ഔക്രാജിയുടെയും ബീഫാത്തിമയുടെയും കുടുംബത്തിന് വിഷമമുണ്ട്. ഇനി ഇതുപോലൊരു മൊഞ്ചത്തി പെണ്ണിനെയും ആരെങ്കിലും കയ്യിൽ കൊടുത്ത് ജീവിതം നശിപ്പിക്കുന്നത് ശരിയില്ലെന്ന് കുടുംബക്കാരൻ ചിന്തിച്ചപ്പോൾ ഏകണ്ഠേന പറഞ്ഞു. പണമില്ലാന്നല്ലേ ഉള്ളൂ, അവള് നല്ല പെൺകുട്ടിയല്ലേ, പണം ഉണ്ടായിട്ട് എന്ത് കാര്യം? സ്വഭാവമായ്മയും സ്നേഹമൊന്നുമില്ലാത്തൊരു പങ്കാളിയെ കെട്ടിയിട്ട് തനിക്കൊരു കാര്യവുമില്ല എന്ന് ജമാൽ സ്ഥാപിച്ചു. ഒടുവിൽ എല്ലാവരും കൂടി ആ കല്യാണം നടത്തി കൊടുക്കുകയായിരുന്നു. ഇന്ന് ആ വീട്ടിലൊരു ആദിരാത്രിയാണ്. വേലക്കാരി കെട്ടിയ മുതലാളിയുടെ ആദിരാത്രി.